വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്തു വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ്? ദാവീദിന്റെ എന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നതെങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ പുത്രനാകുന്നതെങ്ങനെ? അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്നു മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടുമില്ല. രാജാവും പ്രവാചകനുമായ ദാവീദിനെ ഓർക്കുന്ന ഈ ദിവസം ദാവീദ് രാജാവും യേശുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മുടെ ധ്യാന വിഷയം. ഫരിസേയർ യേശുവിനെ ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇത് നൽകപ്പെട്ടിരിക്കുന്നത്. ദാവീദിന്റെ പുത്രനാണ് ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും വാഴുന്നത് എന്ന് യഹൂദർ വിശ്വസിക്കുന്നു. പക്ഷേ ദാവീദ് എന്ന മനുഷ്യന്റെ പുത്രന്, കേവലം മനുഷ്യനായ ദാവീദ് രാജാവിന്റെ മകന് എങ്ങനെ സിംഹാസനത്തിൽ സ്ഥിരമായിരിക്കുവാൻ സാധിക്കും? ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പോലെ സിംഹാസനം നിത്യമായി അതിൽ വസിക്കുവാൻ എങ്ങനെ ദാവീദ് രാജാവിന്റെ മകന് കഴിയും എന്നതാണ് അവരുടെ പ്രശ്നം. യേശു ഇവിടെ അവരുടെ വിശ്വാസത്തെ തിരുത്തി കൊടുക്കുവാൻ പരിശ്രമിക്കുകയാണ്. ദാവീദിന്റെ രക്തബന്ധത്തിലുള്ള മകനല്ല മിശിഹ. സത്താപരമായി മിശിഹ എന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത് ദൈവപിതാവിന്റെ പുത്രനാണ്. നിയമപരമായി ദാവീദിന്റെ മകനാണ്. ദാവീദിന്റെ മകന് ദൈവം വാഗ്ദാനം ചെയ്ത സിംഹാസനം നിത്യമായി നിലനിൽക്കുന്നത് ദൈവപിതാവിന്റെ പുത്രനായ മിശിഹായിലൂടെ ആണ് എന്ന് അവരെ പഠിപ്പിക്കുവാൻ യേശു പരിശ്രമിക്കുന്നു. മിശിഹ എന്ന ആൾക്ക്, ദാവീദിന്റെ പുത്രൻ എന്ന് അറിയപ്പെടുന്ന മിശിഹായ്ക്ക് രണ്ട് തരത്തിലുള്ള നിലനിൽപ്പാണുള്ളത്. അവൻ മനുഷ്യനുമാണ്, ദൈവവുമാണ്. കേവലം മനുഷ്യൻ മാത്രമല്ല. ദാവീദിന്റെ വംശാവലിയിൽ പിറന്ന ഒരു മനുഷ്യ വ്യക്തി മാത്രമായിട്ട് യേശുവിനെ കാണുന്ന യഹൂദർക്ക്, ഫരിസേയർക്ക് ഇത് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. യേശു അവരോട് പറയുകയാണ്, ആത്മാവിനാൽ പ്രചോദിതനായിട്ടാണ് ദാവീദ് സംസാരിച്ചത്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ ബൈബിൾ എന്ന് യേശു സാക്ഷിക്കുന്നു. ആത്മാവിനാൽ പ്രചോദിതനായിട്ടാണ് ദാവീദ് യേശുവിനെ, മിശിഹായെ കർത്താവ് എന്ന് വിളിക്കുന്നത്. കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു. അപ്പോൾ മിശിഹായെ ദാവീദ് കർത്താവ് എന്ന് വിളിക്കുന്നു. അതേസമയം ഫരിസേയർ ദാവീദിന്റെ പുത്രൻ എന്ന് യേശുവിനെ മനസ്സിലാക്കുന്നു. അത് രണ്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യം ഇല്ല എന്നും, ദാവീദിന്റെ പുത്രൻ എന്നറിയപ്പെടുന്ന മിശിഹ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്, ദാവീദ് രാജാവിന്റെ കർത്താവാണ് എന്ന് യേശു വ്യക്തമാക്കുന്നു. നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന് സമ്പൂർണമായി വിട്ടുകൊടുക്കാം. അപ്പോൾ മാത്രമേ മാനുഷികമായ തലങ്ങളും ദൈവിക തലങ്ങളും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും മാനുഷികമായ ഒരു വശവും ദൈവികമായ ഒരു വശവുമുണ്ട് എന്ന് ധ്യാനിച്ചറിയുവാൻ, ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ സഹായവും നമുക്ക് യാചിക്കാം.